എത്തുന്ന ഗൗരവതരമായ സാഹചര്യം. വടകരയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകാൻ UDF സ്ഥാനാർത്ഥിയാകും എന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ വടകര മണ്ഡലത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഈ വടകരയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയായിരുന്നു വലിയ ചോദ്യം. അങ്ങേക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായി. ഒടുവിൽ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? വടകരയിൽ നിങ്ങൾക്ക് ഒന്നാന്തരം സ്ഥാനാർത്ഥിയെ കിട്ടും. കെ മുരളീധരനുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ വടകരയിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച ശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സന്തോഷകരമായ വാർത്ത അറിയിക്കും. കെ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ എനിക്കുണ്ട്. മാത്രവുമല്ല, ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഇപ്പോഴുണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷം സംശയമില്ല. സന്തോഷം കാണാനുണ്ട്. ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. കാരണം ഐക്യജനാധിപത്യ കക്ഷിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും ഒക്കെ തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടത്. കോൺഗ്രസിന് കേരളത്തിൽ വൻപിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഞങ്ങളാണ് തികഞ്ഞ അവധാനത കാണിച്ചിട്ടുണ്ട്, ജാഗ്രത കാണിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന എൻ്റെ സമീപനം, ഞങ്ങളുടെ സമീപനം, ആ സമീപനം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇതുവരെ പുലർത്തിയിട്ടുള്ളത്. ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ തവണ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ഏറ്റവും ഒടുവിലാണ് പ്രഖ്യാപിച്ചത്. അതൊന്നും ഞങ്ങളുടെ ഒരിക്കൽ പോലും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അത് ബാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. കാസർഗോഡ് DCC എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. കാസർഗോഡ് ഒരു പ്രശ്നമില്ല. ഞാനിന്നും കാസർഗോഡ് നേതാക്കന്മാരെയൊക്കെ സംസാരിച്ചിരുന്നു, സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ സ്ഥാനാർത്ഥി നിങ്ങൾ നോക്കൂ, വെയിറ്റ് ആൻഡ് സീ. ആ സ്ഥാനാർത്ഥി നല്ല വോട്ടിന് വിജയിക്കാൻ പോകണം. DCC യോഗത്തിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പാർട്ടി അധ്യക്ഷന് മുമ്പാകെ ഈ കാര്യം അവതരിപ്പിക്കും. അദ്ദേഹമാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. കെ മുരളീധരൻ സമ്മതിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടണം എന്ന കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ വയ്ക്കും. താങ്കൾക്ക് ശക്തനായ ഒരു പിൻഗാമി തന്നെയാണല്ലേ? പിൻഗാമിയുടെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, വടകരയിൽ എല്ലാ അർത്ഥത്തിലും ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷി നിർത്തുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ ആരംഭത്തിൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അവിടുത്തെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം അത് രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരാളെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ലോക്സഭയിലേക്ക് അയക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ആ നിയോജകമണ്ഡല ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ട് എന്ന കാര്യം എനിക്കറിയാം. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന, അക്രമ രാഷ്ട്രീയത്തെ ചെറുക്കുന്ന, ഈ പോളിറ്റിക്സ് ഓഫ് വയലൻസ് അത് വേണ്ട എന്നാഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ആ നിയോജകമണ്ഡലത്തിലുണ്ട്. അവർക്ക് ഈ സ്ഥാനാർത്ഥിയുടെ ആഗമനം അവരുടെയൊക്കെ തന്നെ മനസ്സിൽ വല്ലാത്ത വിഹ്വലതയും വിദ്വേഷവും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരാളം ആളുകൾ, ഉത്തമന്മാരായ കമ്മ്യൂണിസ്റ്റുകാരായ ധാരാളം ആളുകൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടത്. പിന്നെ ആ നിയോജകമണ്ഡലത്തിൻ്റെ നാടിമെടുപ്പ് ആരെക്കാളും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് അവിടെ നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയും വിശ്വാസവും എനിക്കുണ്ട്. പിന്നെ മുരളീധരനാകുമ്പോൾ മുരളീധരനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. മുരളീധരൻ ഞങ്ങൾക്ക് നിർത്താൻ സാധിക്കാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരാളാണ് മിസ്റ്റർ മുരളീധരൻ. അപ്പം അത് തീർച്ചയായിട്ടും വിജയം അനായാസേന ഞങ്ങൾക്ക് നേടാൻ സാധിക്കും. ഞാനൊന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഈ തീരുമാനം ഔദ്യോഗികമായ തീരുമാനമൊന്നുമല്ല. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീമാൻ മുരളീധരനോട് സംസാരിച്ചിരുന്നു, ശ്രീമാൻ സുധീരനോട് സംസാരിച്ചിരുന്നു, കേരളത്തിലെ സമ്പന്നരായ നേതാക്കളോടൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള മറ്റ് പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഏറ്റവും ഒടുവിൽ മുരളീധരൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് തന്നെയാണ്. പ്രൊഫസർ KV തോമസ് എന്ന സോണിയാഗാന്ധിയെ കണ്ടു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പദവി നൽകാനായിട്ട് KPCC അംഗീകരിച്ചു? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, KV തോമസ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ
ഏറ്റവും അനിശ്ചിതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ കേവലം എറണാകുളത്തെ MP എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിർണായകമായ തീരുമാനങ്ങളിലൊക്കെ തന്നെ എന്നും ഞങ്ങൾ സജീവമായി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അങ്ങനെയൊരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട വന്ന സാഹചര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാന്യമായി അദ്ദേഹത്തെ ഈ പാർട്ടി ആദരിക്കുമെന്ന് മാത്രം ഞാൻ പറയട്ടെ. താങ്ക് യു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഏതായാലും വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള അവസാന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം മുല്ലപ്പള്ളി മുരളീധരനോട് സംസാരിച്ചു, അദ്ദേഹം സമ്മതിച്ചു എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. ഇനി അതിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരം മാത്രം കിട്ടിയാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു. വടകരയിൽ ശക്തമായൊരു പോരാട്ടത്തിലാണ് അവസാന നിമിഷം ഏതായാലും കളമൊരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. സന്തോഷ്, കെ മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി വരുമെന്നാണോ മുല്ലപ്പള്ളി പറഞ്ഞു വച്ച വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മുരളീധരൻ അത് സമ്മതിച്ചു, മുരളീധരനോട് മുല്ലപ്പള്ളി സംസാരിച്ചു, മുരളീധരൻ സമ്മതിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇനി ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നാണോ നമ്മൾ കരുതേണ്ടത്? സന്തോഷ്, കേൾക്കാമോ? സന്തോഷ്, അതായത് കെ മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതുള്ള സൂചനകളാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. മുരളീധരനുമായി സംസാരിച്ചു, മുരളി അത് സമ്മതിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം ലഭിച്ചാൽ, അനുമതി ലഭിച്ചാൽ മുരളി വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം മറ്റ് 3 മണ്ഡലങ്ങളിലെ അടക്കം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഇനിയും നീളും എന്ന സൂചനകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് മുല്ലപ്പള്ളി ബസ്തിയിലാണ്. ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം, വടകരയിൽ കെ മുരളീധരൻ സംബന്ധിച്ച ഒരു ഏകദേശ ധാരണ ഗ്രൂപ്പുകൾ തമ്മിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ ഇത് സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ കെ മുരളീധരനുമായി ബന്ധപ്പെട്ടിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടാതെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവരും മുരളീധരനെ ബന്ധപ്പെട്ടു, ഫോണിൽ സംസാരിച്ചു. ഇന്ന് രാവിലെയോടുകൂടിയാണ് മുരളീധരൻ ഇത് സംബന്ധിച്ച് തൻ്റെ അറിയിപ്പ് ഈ നേതാക്കൾക്ക് കൈമാറിയത്. ഇതേ തുടർന്ന് ഹൈക്കമാൻഡിനെ ഇക്കാര്യം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയോടൊപ്പം തന്നെ ഈ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി പട്ടികകളുടെ പ്രഖ്യാപനവും നടത്തുകയും ചെയ്യും. ഏറ്റവും അവസാനം വടകരയിൽ തട്ടിയായിരുന്നു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് മണ്ഡലങ്ങൾ. ഇതിൽ വയനാട് മണ്ഡലം എന്തായാലും എ ഗ്രൂപ്പിന് വിട്ടു നൽകിയിരിക്കുന്നു. അക്കാര്യത്തിലും ഒരു തീരുമാനം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വന്നു. ടി സിദ്ദിഖിന് ആയിരിക്കും ഐ ഗ്രൂപ്പ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. ഐ ഗ്രൂപ്പ് അങ്ങനെയാണ് വിട്ടു നൽകിയിരിക്കുന്നത്. വടകരയിലാകട്ടെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ കഴിഞ്ഞു. അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ പേര് ഇന്നലെ ഉച്ചയോടുകൂടി നേതാക്കൾ ഹൈക്കമാൻഡിന് കൈമാറി. പക്ഷെ അത് പുറത്തു വന്നപ്പോൾ തന്നെ ദുർബല സ്ഥാനാർത്ഥിയാണ് എന്ന വളരെ ശക്തമായ ആരോപണം ഉയർന്നു. അതിനുശേഷമാണ് പിന്നീട് മുരളീധരനിലേക്ക് അതെത്തിയത്. മുരളീധരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിയമസഭ MLA ആയി നിൽക്കുന്നു എന്നെങ്കിൽ പോലും മുരളീധരനെ വടകരയിലേക്ക് കൊണ്ടുവരിക, മത്സരിപ്പിക്കുക, അപ്പോൾ ഒരു ശക്തമായ മത്സര പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും എന്ന് നേതാക്കൾ കരുതി. പാണക്കാട് തങ്ങൾ ഇതിനിടയിൽ മുല്ലപ്പള്ളിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തരുത്, മുല്ലപ്പള്ളി അല്ലാതെ മറ്റാരായാലും ദുർബലരായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ എന്തായാലും മുരളീധരന് മേൽ സമ്മർദ്ദം ശക്തമായി. ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് മുരളീധരനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു. മുല്ലപ്പള്ളി സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുടെ കൂടി സമ്മർദ്ദത്തിനൊടുവിൽ അവസാനം എന്തായാലും ഏറ്റവും അവസാനം ഒറ്റ പേരിലേക്ക് വടകരയിൽ എത്തിയിരിക്കുന്നു. കെ മുരളീധരൻ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ ACC ആസ്ഥാനത്തുണ്ടാകും. ഇതോടുകൂടി 4 മണ്ഡലങ്ങളുടെയും സീറ്റുകളിൽ, ഏറ്റവും അവസാന തർക്കത്തിൽ കിടന്ന 4 മണ്ഡലങ്ങളുടെയും സീറ്റുകളിൽ ഒരു ധാരണ നേതാക്കൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കും. തീർച്ചയായും ഞാൻ വരാം സന്തോഷിലേക്ക്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് നടന്നത്. ഒടുവിൽ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷൻ, അദ്ദേഹം അത് ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇക്കാര്യം മുരളീധരനുമായി സംസാരിച്ചു, മുരളി സമ്മതം അറിയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി കിട്ടിയാൽ വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ലെസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട് സമഗ്രമായ വിവരങ്ങളുമായി. ലെസ്ലി, ദുർബല സ്ഥാനാർത്ഥികളെ, കുറെ സ്ഥാനാർത്ഥികളുടെ പേര് പരിഗണിച്ചു, ദുർബല എന്ന ആക്ഷേപങ്ങൾ കേട്ട് ഒടുവിൽ മുരളി എന്ന പേരിലേക്ക്, കെ മുരളീധരൻ എന്ന പേരിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഒപ്പം തന്നെ അതിലേക്ക് എത്തിയെങ്കിൽ പോലും ഇപ്പോഴും അതിലൊരു തീരുമാനം അന്തിമമായി വന്നിട്ടില്ല. മറ്റ് 3 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കൂടി തീരുമാനം വരേണ്ടതുണ്ട്. ആദ്യമായി ഈ
സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമഗ്രമായ വിവരങ്ങളെത്താൻ കുറച്ചുകൂടി വൈകുമെന്നാണോ ഈ ഒരു അവസരത്തിൽ നമ്മൾ കരുതേണ്ടത് ലെസ്ലി? മനു, വടകരയിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് മുരളീധരനിലൂടെ കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. പി ജയരാജനുമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യം സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് മുല്ലപ്പള്ളി, ഇക്കാര്യം ആവശ്യപ്പെടുകയും അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കീറാമുട്ടിയായിരുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. അല്പസമയത്തിനുള്ളിൽ മുരളീധരൻ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുരളീധരനിലേക്ക് എത്തി നിൽക്കുമ്പോൾ നാളിതുവരെ നടന്ന സ്ഥാനാർത്ഥി ചർച്ചകൾ പര്യവസാനിക്കുന്നു എന്ന് വേണം കാണാൻ. ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കടുംപിടുത്തം മൂലം ദീർഘിച്ചു കൊണ്ടുപോയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും വലിയ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കാനുള്ള പ്രതീതി ഉണ്ടാക്കാൻ മുരളീധരന് വടകരയിൽ കഴിയുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഗ്രൂപ്പുകൾക്ക് അതീതമായി ചിന്തിക്കുമ്പോൾ പോലും ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന മുരളീധരൻ ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ട വടകരയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. എന്തായാലും ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തു നിന്നുള്ള അഭിപ്രായം ഹൈക്കമാൻഡിനെ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരൻ തന്നെ ആയിരിക്കും വടകരയിലെ സ്ഥാനാർത്ഥി ആയി മത്സരരംഗത്തുണ്ടാകാം. എന്തായാലും വട്ടിയൂർക്കാവിൽ വലിയ മത്സരത്തോട് കുമ്മനത്തോ. ഒരു നിമിഷം ലെസ്ലി, ഞാനിപ്പോൾ സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. സന്തോഷം, അവിടെ നേതാക്കളൊക്കെ സന്തോഷിന്റെ കൂടെയുണ്ട്. നമുക്ക് പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നു. സന്തോഷം, എന്താണ് ഇപ്പോൾ അവിടെ മുല്ലപ്പള്ളിയുടെ വീട്ടിലാണ് സന്തോഷമുള്ളത്? രാഷ്ട്രീയം അവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. മുരളി കൂടി വടകരയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ വരുന്നതോടുകൂടി ഏത് തരത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് അവിടെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തുന്നത്? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? മനു, എന്തായാലും 2 ആഴ്ച നീണ്ട ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് കോൺഗ്രസ് അവരുടെ 16 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകുന്നത്. എന്തായാലും ഇനി 4 മണ്ഡലങ്ങളിലേക്ക് ഔദ്യോഗികമായ അറിയിപ്പ് വേണം. വടകരയിലായിരുന്നു ഏറ്റവും അവസാനം ചർച്ച തട്ടി നിന്നത്. ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ജയരാജനെതിരെ കണ്ടെത്താനാകാതെ കോൺഗ്രസ് നേതൃത്വം കുഴങ്ങി. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടും ഇന്ന് പുലർച്ചയോടും കൂടെ നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ വട്ടിയൂർക്കാവ് MLA മുരളീധരനെ തന്നെ വയനാട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിരവധി നേതാക്കൾ മുല്ലപ്പള്ളിയുടെ ബസ്തിയിലുണ്ട്. നമ്മളോടൊപ്പം KPCC അംഗം അനിൽ ബോസ് ചേരുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുക, ഈ പുതിയ സ്ഥാനാർത്ഥി പട്ടിക, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം കാണുന്നതെന്ന്. ശ്രീ അനിൽ ബോസ്, എങ്ങനെയാണ് ഈ വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ KPCC നേതൃത്വം കാണുന്നത്? വളരെ ഗൗരവത്തോടുകൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയമാണ്. അതിനെതിരെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങുന്നത് വടകരയിൽ നിന്നാണ്. ഇതുവരെ എല്ലാവരും ചർച്ച ചെയ്തില്ലേ പല പേരുകൾ, പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് അത്യാവേശം, നിങ്ങൾ കൈരളി TV റിപ്പോർട്ടറാണ്, നിങ്ങൾക്ക് പോലും ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. കാരണം ഇപ്പോൾ 4 പേരുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, അതോടൊപ്പം ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, അതോട് സിദ്ദിഖ് വയനാട്, ഇപ്പോൾ വടകരയിൽ മുരളീധരൻ. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ആ വരി പറയുകയാണ്, പുലി ഒതുങ്ങുന്നത് പതുങ്ങാനല്ല കുതിക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പക്ഷെ ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പോലും ഇതിൽ എത്താൻ വേണ്ടി ഏറെ തർക്കങ്ങൾ വേണ്ടി വന്നു, ഏറെ ചർച്ചകൾ വേണ്ടി വന്നു. ഈ 4 എണ്ണം മാത്രം ഈ സമീപകാലത്തൊന്നും ഇങ്ങനെ 4 മണ്ഡലങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നില്ല. പക്ഷെ ഇതൊക്കെ എന്തായാലും പ്രചരണത്തെ ബാധിക്കും. കാരണം ഇപ്പോൾ തന്നെ വളരെ മോശമായി ഫേസ്ബുക്കിലടക്കം കോൺഗ്രസ് നേതാക്കൾ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രചാരണത്തെ ബാധിക്കില്ലേ? ഇല്ലല്ല, അതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ അക്രമ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് എത്രയും വേഗം പോരാളികളെ രംഗത്തിറക്കണമെന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. കോൺഗ്രസ്സുകാരുടെ UDFന്റെ മാത്രം വികാരമല്ല, പൊതുവികാരമാണ്. ആ വികാരത്തിൽ അവരുടെ ആഗ്രഹത്തിനൊപ്പം പെട്ടെന്ന് പട്ടിക വരാതിരിക്കുമ്പോൾ അവർക്ക് പ്രതിഷേധമുണ്ടാകും. പക്ഷേ ആ പ്രതിഷേധം എന്ന് പറയുന്നത് അവരുടെ ആ പ്രതിഷേധത്തിന് ആശ്വാസവും ആവേശവും പകരുന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടുകൂടി കാര്യങ്ങൾ കൃത്യമാണ്. ഓക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശരിക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ ആ വികാരമാണ്. എന്തായാലും അവസാനം വടകരയിലടക്കം തീരുമാനം വന്നിരിക്കുന്നു. അതിന്റെ സന്തോഷമാണ് പങ്കുവച്ചത്. നന്ദി. ശരി സന്തോഷ്, കൂടുതൽ നേതാക്കളുടെ പ്രതികരണം സന്തോഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സന്തോഷിലേക്ക് വരാം. ലെസ്ലി ഒരിക്കൽ കൂടി ചേരുന്നു. ലെസ്ലി, ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് മുരളീധരൻ എന്ന് പറയാമെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന, സമീപകാലത്ത് ഏറെ അടുപ്പം പുലർത്തിയ ഒരു നേതാവ് കൂടിയാണ് മുരളീധരൻ. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലാണോ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്?
പഴയ പൂർവ്വകാലമൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് അടുപ്പം കൂടുന്നത് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കണ്ടതാണ്. മനു, ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് ഉമ്മൻചാണ്ടിയുമായി അടുത്ത് സഹവാസം, അടുത്ത് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന നേതാവ് കൂടിയാണ് മുരളീധരൻ. ഇത് ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയം മുരളീധരന്റെ പരിഗണനയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആണ് ഇത്തരമൊരു ആവശ്യം, മുരളി വടകരയിൽ മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം മുരളിക്ക് മുൻപാകെ വെക്കുകയും ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള ഒരു ആവശ്യമായാണ് ഇത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും സന്നദ്ധത അറിയിക്കുകയുമാണ് ഉണ്ടായത്. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ മുരളി ഫോണിൽ തന്റെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കന്മാർ ഹൈക്കമാൻഡിലേക്ക് ഇപ്പോൾ മുരളിയുടെ പേര് അവസാന പേരായി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആവേശം ഉണ്ടാകാൻ ഇടയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മുരളീധരൻ. മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം വർഷങ്ങളായി രാഷ്ട്രീയ കളരിയിൽ നിന്നും ഒരുപാട് അനുഭവ പാഠവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല കോഴിക്കോട് MP ആയിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വടക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് K മുരളീധരൻ. എന്തായാലും കോൺഗ്രസിലെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് വടകരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി. ശരി ലെസ്ലി, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ എളമരം കരീം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോയ ശേഷം വളരെ വേഗം തിരികെ എത്താം കോഴിക്കോട്. അത് കഴിഞ്ഞ തവണ UDF-ന് അനുകൂലമായി നിന്നതാണ്. ഈ തവണ LDF-ന് അനുകൂലമായി മാറുമ്പോൾ വലിയ ഒരു നേട്ടം അതുവഴി LDF കൈവരിക്കും. പിന്നെ ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ മെമ്പർമാരുടെ എണ്ണം പാർലമെന്റിൽ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഞങ്ങൾ ഊന്നിപ്പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നവോദാരവൽക്കരണ നയങ്ങളെ എതിർക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസും BJPയും അക്കാര്യത്തിൽ ഒരേ നയമാണ്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും തകർക്കുന്ന സംഘപരിവാർ അജണ്ട വരുമ്പോൾ അവിടെ കോൺഗ്രസ് വളരെ മൃദുവായ നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാട്, മറുഭാഗത്ത് മൃദു ഹിന്ദുത്വ നിലപാട്. ഉദാഹരണത്തിന് പാർലമെൻറ്റിൽ മുത്തലാഖ് ബില്ല് വന്നപ്പോൾ കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്യാതെ ബഹളം വെച്ച് ഇറങ്ങിപ്പോവുക ചെയ്ത്. കൂട്ടത്തിൽ മുസ്ലിം ലീഗിനും പ്രധാന നേതാവ് പാർലമെൻറ്റിലെത്തിയില്ല. സിറ്റിസൺഷിപ്പ് ബില്ല് വന്നപ്പോഴും ശക്തമായി അതിനെതിരായ ഒരു നിലപാടിലേക്ക് വരാൻ കോൺഗ്രസ് മടിച്ചു നിന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള ഒരു ബില്ല് വരുന്നത് പാർലമെൻറ്റിൽ. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും എതിരാണ്. രാജ്യസഭയിൽ അത് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സമ്മതിച്ചില്ല. അതുകൊണ്ട് നിയമമായില്ല എന്നേ ഉള്ളൂ. ലോക്സഭ പാസ്സാക്കി. കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളിൽപ്പെട്ടതാണ് ഭരണഘടനയുടെ 35A വകുപ്പ്. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കുമ്പോൾ ഉണ്ടായിരുന്ന പുരാതനമായ എല്ലാം അതേപടി നിലനിർത്തുക എന്നതാണ് ആ വകുപ്പിൻ്റെ. എളമരം കരീമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ശ്രീ K മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഏറ്റവും അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. അവിടെ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിന് വലിയ വീഴ്ചയായി കണ്ടിരുന്നു. ഒരിക്കലും വീഴ്ചയല്ല. കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അതനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകി എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വിജയപരാജയങ്ങളെ ബാധിക്കില്ല. UDF നല്ല വോട്ടോടുകൂടെ വിജയിച്ചു വരും. ഞാൻ K മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വടകരയിലെ UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം വരുമെന്ന അവസാന ചിത്രം ഏകദേശം ലഭ്യമായതോടെയാണ് K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ എളമരം കരീമിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് വീണ്ടും. നല്ല സ്വാധീനമുണ്ടായിരുന്ന പാർലമെന്റിൽ ഇടതുപക്ഷം പിന്തുണ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒന്നാം UPA സർക്കാരിൻ്റെ നയങ്ങളെ അല്പസ്വല്പം സ്വാധീനിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമാണ് അന്ന് സ്വകാര്യവൽക്കരണം നടക്കാൻ കഴിയാതെ പോയത്. വളരെ വിവാദമായ പാറ്റന്റ് നിയമ ഭേദഗതി വന്നപ്പോൾ
ബഹുരാഷ്ട്ര കുത്തകകൾക്ക് പൂർണ്ണ തൃപ്തിയായ ഒരു പാറ്റന്റ് നിയമം ഇന്ത്യയിൽ ഉണ്ടാകാതെ പോയതും ഞങ്ങളുടെ ഇടപെടലാണ്. ഇപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യാനുള്ള കടുത്ത സമ്മർദ്ദം അന്താരാഷ്ട്ര കുത്തകകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വനാവകാശ നിയമം, ഇതുപോലുള്ള സുപ്രധാനമായ നിയമങ്ങളെല്ലാം വന്നത് ഞങ്ങൾ കൂടി നിർദ്ദേശിച്ച കോമൺ മിനിമം പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പദ്ധതികൾ എന്ന നിലയിലാണ്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് UPA ഗവൺമെൻറ്റിൻ്റെ മേൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2G സ്പെക്ട്രം പോലെ, കൽക്കരി കുംഭകോണം പോലെ ഒരു സംഭവമില്ല. അതിൻ്റെ കാരണം അന്ന് വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണം നടത്താൻ ഞങ്ങൾ അനുവദിച്ചില്ല എന്നതാണ്. സ്വകാര്യവൽക്കരണമാണ് ഈ അഴിമതിക്ക് വഴി തുറന്നത്. സ്വകാര്യവൽക്കരണമാണ് ഈ ഭീമൻ കുംഭകോണങ്ങളുടെ അടിത്തറ. അത് ഞങ്ങൾ അനുവദിക്കാതിരുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ വർദ്ധിച്ചു വരിക എന്നത് രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, കേന്ദ്രത്തിലൊരു മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക, പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ 1000 ദിവസങ്ങളിലെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ LDFന് അനുകൂലമായ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 ശേഷം കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും LDFൻ്റെ സ്വാധീനം വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ ഒരു ഘടകമാണ്. കോഴിക്കോട്, വടകര പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പ്രത്യേകമായി ഞങ്ങൾ അനുകൂലമായി കാണുന്ന മറ്റൊന്ന്, ഈ 2 മണ്ഡലത്തിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ച MP-മാർ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് വികസന പ്രവർത്തനത്തിൽ വിജയിച്ചിട്ടില്ല എന്നാണ്. ഒരു പാർലമെൻറ്റ് മെമ്പർ 2 തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകൾ, ദേശീയ പ്രാധാന്യമുള്ള ഡിബേറ്റുകളൊക്കെയാണ് പാർലമെൻറ്റിൽ വരുന്നത്. പാർലമെൻറ്റിൽ അതിൽ പങ്കെടുക്കുകയും വെളിയിൽ ആ നയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുകയും ചെയ്യേണ്ടത് പാർലമെൻറ്റ് അംഗങ്ങളായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചുമതലയാണ്. ഈ കാര്യത്തിൽ 2 പേരും തികഞ്ഞ പരാജയമാണ്. ഒരു രാഷ്ട്രീയ പ്രശ്നവും അവർ ഒരു കാലത്തും പറയില്ല. സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ ശബ്ദിക്കില്ല. സ്വകാര്യവൽക്കരണ നയത്തെ എതിർക്കില്ല. ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ഇല്ല. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4.25 ഏക്കർ ഭൂമി റിയൽ എസ്റ്റേറ്റുകാർക്ക് നൽകുന്ന കാര്യത്തെ സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് MP. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് വിൽപ്പന നടത്തുമ്പോൾ എതിർക്കാതിരിക്കുകയാണ് ശശി തരൂർ MP. അപ്പോൾ ഇവരുടെ നയം അതാണ്. ഇപ്പം രാഷ്ട്രീയമായി രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് കോഴിക്കോട്, വടകര MP-മാർ ചെയ്തത്. അത് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. പിന്നെ വികസന പ്രവർത്തനങ്ങൾ സാധാരണ പഞ്ചായത്ത് ബോർഡ് മെമ്പറോ കോർപ്പറേഷൻ കൗൺസിലറോ MLA-മാരോ നടത്തുന്നത് പോലെയല്ല MP-മാർ ചെയ്യേണ്ടത്. വ്യത്യസ്തമായൊരു നിലയിലാണ്. MP-മാർക്ക് ചെയ്യാൻ കഴിയാവുന്നത് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ 2 വിധത്തിലാണ് നടപ്പാക്കുക. ഒന്ന് നേരിട്ട് നടപ്പാക്കുന്നത്, മറ്റൊന്ന് സംസ്ഥാനങ്ങളുമായി ഷെയർ ചെയ്ത് നടപ്പാക്കുന്നത്. സംസ്ഥാനങ്ങളുമായി ഷെയർ ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. മാത്രമല്ല സ്റ്റേറ്റ് ഷെയർ തുക അതിന് വകകൊള്ളിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്. എങ്കിൽ മാത്രമേ മാച്ചിങ് ഷെയർ കേന്ദ്രം അനുവദിക്കൂ. ഉദാഹരണത്തിന് ഇപ്പോൾ റോഡ് ആണെങ്കിൽ സ്ഥലം എടുത്തു കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്. എളമരം കരീം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി K മുരളീധരൻ വരുന്നു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുന്നു. അങ്ങനെ സജീവമായ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ എളമരം കരീമിന്റെ വാർത്താ സമ്മേളനം. ഒരാൾ കേന്ദ്ര മന്ത്രിയായിരുന്നു, മറ്റേയാൾ കേന്ദ്ര ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവാണ്. കേരളത്തിൽ നിന്ന് 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ആ കാലത്ത്. ആ കാലഘട്ടത്തിൽ 2011 മുതൽ 16 വരെ കേരളത്തിലും അവരുടെ ഗവൺമെൻറ്റായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രോജക്റ്റ് അയപ്പിക്കണമെങ്കിൽ
കേരളത്തിൽ പറയാം, അവർക്ക് ഇടപെട്ട് ചെയ്യിക്കാം. കേന്ദ്രത്തിൽ അവരുടെ ഗവൺമെൻറ്റായിരുന്നു, അവിടുന്ന് ഇടപെടിക്കാം. ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോടും വടകരയിലും കാര്യമായ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. വടകര താലൂക്കിൽ ആകെ വന്നത് ഒരു CRP ക്യാമ്പാണ്. അത് അവിടെ ഒരു വലിയ മലമ്പ്രദേശമുണ്ട്, അത് മിച്ചഭൂമിയാണെന്നും അല്ലെന്നും ഓരോരുത്തരെ കൈവശപ്പെടുത്താനും ഒക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു വ്യവസായ പാർക്ക് സ്ഥാപിക്കണമെന്ന് ബിനോയ് വിശ്വം MLA ആകുന്ന സമയത്ത് അദ്ദേഹം ഉന്നയിക്കുകയും അതിനുവേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെയാണ് ഒരു CRPF ക്യാമ്പ് വന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഒരു പരിശീലന ക്യാമ്പെന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല, ഒരു വ്യവസായ പദ്ധതിയില്ല. മുല്ലപ്പള്ളി മന്ത്രിയായി വന്ന ഉടനെ അന്ന് LDF ഗവൺമെൻറ്റുള്ള സമയത്താണ് 2014 അദ്ദേഹം ഒരു വ്യവസായ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു വടകരയിൽ. ഞാനും അതിൽ പങ്കെടുത്ത അന്നത്തെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. ഒന്നുപോലും വന്നില്ല, അതിനുള്ള ഇടപെടലുണ്ടായില്ല. അത് തന്നെയാണ് കോഴിക്കോടിൻ്റെ അവസ്ഥ. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ MP ഫണ്ട് വീതം വെക്കലല്ല. MP-മാർക്കും MLA-മാർക്കും പ്രാദേശിക വികസന ഫണ്ട് എന്ന പേരിൽ അനുവദിക്കുന്ന ഫണ്ട് വീതം വെച്ച് നൽകാൻ അതിനൊരു എഫിഷ്യൻ്റായ ഓഫീസ് ഉണ്ടായാൽ മതി. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ ഫണ്ട് വീതം വെച്ച് കൊടുക്കാൻ അതിന് ജനപ്രതിനിധികളുടെ വലിയ ജോലിയൊന്നും ആവശ്യമില്ല. മാത്രമല്ല, അത് ചെറിയ ചെറിയ തുക ഇങ്ങനെ വീതിച്ചു കൊടുത്തിട്ട് തൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യത്തിനായി അതിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് ഗുണകരമല്ല. 1 ലക്ഷം, 2 ലക്ഷം, 1.5 ലക്ഷം, 4 കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇടവഴി, ഈ തരത്തിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ സമഗ്രമായൊരു വികസന പദ്ധതിയിലേക്ക് അത് എത്തില്ല. ഇവിടെ സംഭവിച്ചതാണ്. പലതും അവകാശവാദങ്ങൾ മാത്രമാണ്. പൊള്ളത്തരം ഓരോന്ന് നോക്കിയാൽ നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ 2014 കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ 5 വർഷം പൂർത്തീകരിച്ച MP അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ജനസമക്ഷം എന്ന് പറയുന്ന ലഘുലേഖയാണ്. 2 കാര്യം മാത്രമേ ഞാൻ എടുത്തു പറയാം, ബാക്കി കൂടുതൽ പറയുന്നില്ല. എല്ലാം അതുപോലെ തന്നെ. ഒന്ന്, ചാലിയം കപ്പൽ രൂപകൽപ്പന കേന്ദ്രമായ നിർദ്ദേശിന് 600 കോടി. നിങ്ങൾക്ക് ആർക്ക് വേണേലും അവിടെ പോയി കാണാം എന്താ അവിടെ സംഭവിച്ചത്. ഞാൻ എൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നിർദ്ദേശിന് തറക്കല്ലിട്ടത് 2011 ജനുവരി മാസത്തിലാണ്. അന്ന് ഞാൻ വ്യവസായ മന്ത്രിയാണ്, ശ്രീ AK ആൻ്റണിയാണ് തറക്കല്ലിട്ടത്. ഞങ്ങൾ കേരള ഗവൺമെൻറ്റും അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റും ചർച്ച ചെയ്താണ് ആ പദ്ധതി കൊണ്ടുവന്ന്. ഇവിടുത്തെ MP ആ പദ്ധതി അറിയുക പോലുമില്ല, കാരണം 2008 അതിൻ്റെ ചർച്ച തുടങ്ങിയത്. അദ്ദേഹം AP അല്ല. ഇരിക്കട്ടെ, 2011 LDF ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു. 2014 വരെ AK ആൻ്റണി മന്ത്രിയാണ്. എന്തുകൊണ്ട് ആ പദ്ധതി ടേക്ക് ഓഫ് ചെയ്തില്ല? അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ എഴുതി വെച്ച ഈ കണക്കിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? രണ്ടാമത്തെ, ഫുഡ്വെയർ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 300 കോടി. രാമനാട്ടുകര കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ അനുമതിയായി എന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും കൊണ്ടുവന്ന് സ്ഥല സന്ദർശനം നടത്തി കോഴിക്കോട് ജില്ലയിലെ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ കൊണ്ടൊരു സ്വീകരണം കൊടുപ്പിച്ച് ഒരു നല്ല മൊമെൻറ്റോ തന്നെ കൊടുക്കണമെന്ന് ഇദ്ദേഹം നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന 2 വലിയ വിളക്കുകൾ അവർക്ക് സമ്മാനമായി കൊടുത്തതൊഴിച്ചാൽ വേറെ ഒരു സംഭവമില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുമതിയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാവർത്തികമായില്ല. 2014 ഇത് അച്ചടിച്ച് 2019 നമ്മൾ നിൽക്കുന്നത്. ഒരു കല്ല് പോലും അവിടെ വെച്ചിട്ടില്ല, ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില്ല. മറ്റുള്ളവയും ഒരു വ്യത്യാസമില്ല. ഞാനെല്ലാം ആവർത്തിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഈ കാര്യത്തിൽ 2 കാര്യത്തിൽ ഒരു പാർലമെൻറ്റ് മെമ്പർ എങ്ങനെ ആവണമെന്ന് ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളായിരിക്കണം. തിരികെ ഇളമരം കരീമിന്റെ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ചല്ലേ മത്സരിച്ചത്. അതിലിപ്പോൾ ചോറോട് മാറി, ജനതാദൾ മാറിയതുകൊണ്ട് ഭരണം മാറി. അഴിയൂരും മാറാൻ സാധ്യതയുണ്ട്, ഏറാമലയും മാറാൻ സാധ്യതയുണ്ട് ജനതാദൾ മാറുമ്പോൾ. ഒഞ്ചിയത്ത് മാത്രമാണ് പിന്നെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF നിൽക്കുക. UDF പിന്തുണ ഇല്ലാതെ അവർക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുമോ? അവരുടെ പിന്തുണ ഇല്ലാതെ UDF-നാകാൻ പറ്റുമോ? അപ്പം എന്നാണ് അവർ UDF-ന് എതിർത്തത്? അപ്പം UDF-ന് പിന്തുണ നൽകുന്നു എന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്?
2, അവർ ജന്മം കൊണ്ട കാലത്ത് നടത്തിയ പ്രസ്താവനകളും വിശദീകരണങ്ങളും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. CPIM-ന്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ ചോർച്ചയും വർഗരാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റവും അതാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയാവാൻ കാരണം എന്നാണ് അവർ പറഞ്ഞത്. ഓരോ കാലത്ത് CPIM-ൽ നിന്ന് പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട വ്യക്തികളെയും ഗ്രൂപ്പുകളെയും കണ്ടുപിടിച്ച് പഞ്ചാബിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്ത് തൃശ്ശൂരിലോ അവിടെ ഇവിടെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചാണ് അതൊരു ഇന്ത്യൻ ദേശീയ സംഘടനയായി RMPI എന്ന സംഘടനയായി മാറ്റി എന്നൊക്കെ പറഞ്ഞത്. ഏത് സന്ദർഭത്തിലും CPM-നെ എതിർക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു അജണ്ട അവർക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളിയാണ് അവർ സഹായിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ 17,000-ഓളം വോട്ട് RMPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. അവർ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ചത്, മുന്നണിയായിട്ടാണ് മത്സരിച്ച്. അപ്പോൾ എത്രയാണ് അവരുടെ വോട്ട്? വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ആ മണ്ഡലത്തിൽ കുറ്റ്യാടിയിൽ ഉൾപ്പെടെ അല്പം സ്വാധീനമുണ്ട്. ആ വോട്ട് കിഴിച്ചാൽ ബാക്കി എത്രയാണ്? അപ്പോൾ അവരാരെ സഹായിച്ചു? അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന താല്പര്യവും അന്ന് പരസ്യമായി പുറത്തു വന്ന, ഞാൻ അത്ര വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് RMP UDF-നെ പിന്തുണയ്ക്കുന്നു എന്നതിൽ യാതൊരു അത്ഭുതവുമില്ല, അതിലൊരു പുതിയ സംഗതിയുമില്ല. എന്നാൽ വടകരയിൽ ലോക് താന്ത്രിക് ജനതാദൾ LDF-ന്റെ ഭാഗമായി മാറുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റമാണ് സംഭവിക്കുന്നത്. വടകര അസംബ്ലി മണ്ഡലത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയാണ് ലോക് താന്ത്രിക് ജനതാദൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ LDF-ന് 1,00,000 വോട്ടിൻ്റെ മുൻതൂക്കമുള്ള വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലോക് താന്ത്രിക് ജനതാദൾ കൂടി വരുമ്പോൾ ഞങ്ങൾ ബഹുദൂരം മുന്നിലാണ്. അത് മുഴുവൻ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജയരാജൻ എന്നതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് 2016 ഇലക്ഷനിലെ ബലാബലം വെച്ച് 84,000 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. പ്ലസ് ലോക് താന്ത്രിക് ജനതാദൾ കൂടി ഞങ്ങളൊപ്പം വന്നിട്ടുണ്ട്. അതുകൂടി വരുമ്പോൾ എല്ലാവരിലും സ്വീകാര്യനായ പ്രദീപ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവും കൂടി ആകുമ്പോൾ വലിയ മുന്നേറ്റം ഈ 2 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. മുസ്ലിം ലീഗ് ഈ SDP-യുമായി ഗൂഢാലോചന നടത്താൻ പോയ സംഭവം മതനിരപേക്ഷ ചിന്താഗതിക്കാരിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും അവരിത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ SDPI പലയിടത്തും ലീഗിനെ സഹായിച്ചിട്ടുണ്ട്. നിർണായക ഘട്ടത്തിൽ അവർ ഒന്നിച്ചു നിൽക്കും. കൊണ്ടോട്ടിയിലെ KTDC ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു യാത്ര ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് കയറാവുന്ന സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ്. തുറക്കലിനും കൊണ്ടോട്ടിക്കുമിടയിൽ അല്പം ഉയർന്നുള്ളൊരു സ്ഥലത്ത്. അവിടെ എത്തണമെങ്കിൽ അവിടേക്കായിട്ട് മാത്രം പോകണം. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് ഒന്ന് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നി, അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നി, കടവ് റിസോർട്ട് കയറി എന്ന് വിചാരിക്കുക. വിശ്വസിക്കാവുന്നൊരു ന്യായം കണ്ടാ റോഡ് സൈഡിൽ അവിടെ വെച്ച് 2 ആളെ കണ്ടു യാദൃശികമായിട്ടെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് ഇവിടേക്ക് മാത്രം പോകണം. അവിടെ എത്തിയവരുടെ ദൃശ്യം കണ്ടാൽ നിങ്ങൾക്കറിയാം. യോഗം ചേരുന്ന മുറിയിലേക്ക് ഓരോരുത്തരായി സാവകാശത്തിൽ കടന്നു വരുന്നു. യാദൃശ്യമായി കാണുമ്പോഴുള്ള മുഖഭാവമല്ല അവർക്കുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഓളം സൃഷ്ടിച്ചു കഴിഞ്ഞു. ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ VP സാനുവും മലപ്പുറത്തും, പൊന്നാനിയിൽ PV അൻവറും വലിയ വെല്ലുവിളിയാണ് UDF-ന് ഉയർത്തിയിട്ടുള്ളത്. ഏത് മണ്ഡലവും രാഷ്ട്രീയ അട്ടിമറിക്ക് വിധേയമാകുന്ന കാലമാണ്. നിലമ്പൂർ സംഭവിച്ചില്ലേ, താനൂരിൽ സംഭവിച്ചില്ലേ? ഈ ഭീഷണിയാണ് ഈ തീവ്രവാദ സംഘവുമായി കൂടിയാലോചിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. പുറത്ത് വന്നതുകൊണ്ട് ഇപ്പം നിഷേധിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാ ഉത്തരവാദിത്വം എന്ന നിലയിൽ തർക്കമാണ്. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തതെന്ന് SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ നിലപാട് നമ്മുടെ നാടിന് ആപത്താണ്. 4 വോട്ടിന് വേണ്ടി വർഗീയ തീവ്രവാദികളുമായി കൂടിയാലോചിക്കുക, അവരുമായി സഖ്യമുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ആപൽക്കരമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് പറയണം. അവർ ദേശീയ പാർട്ടിയാണ്. മോദിയെ പുറത്താക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നവർ ജനങ്ങളോട് പറയുമ്പോൾ
മുസ്ലിം തീവ്രവാദികളെ ചേർത്തുകൊണ്ടാണോ RSSനെതിരായ പോരാട്ടം വിജയിപ്പിക്കാൻ പോകുന്നത്? ഇതിൽ കോൺഗ്രസ്സാണ് അവരുടെ നിലപാട് പറയേണ്ടത്. ഞങ്ങൾക്കിതിലെല്ലാം വളരെ ശരിയായ നിലപാടാണുള്ളത്, വളരെ കൃത്യമായ നിലപാടാണുള്ളത്. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യായമായ പ്രചരണമൊക്കെ ഞങ്ങൾക്കും നൽകണം. വാർത്തകൾക്കും ചിത്രങ്ങൾക്കും സ്പേസ് നൽകുമ്പോൾ അർഹമായ സ്പേസ് ഞങ്ങൾ കൂടി നൽകി ഞങ്ങളെ സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ. ഏതായാലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിന്റെ മേൽക്കൈയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഐ ഗ്രൂപ്പിനെ വെട്ടിനിർത്തി ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങൾ വിജയം കാണുന്നു. ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടി പറഞ്ഞ മണ്ഡലങ്ങളിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും ഈ ഗ്രൂപ്പ് പോര് അവരുടെ മുന്നോട്ടുള്ള പ്രചരണത്തിൽ ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് പോര്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി നേരിട്ട് ഇറങ്ങി നടത്തിയ കരുനീക്കങ്ങൾ, തന്ത്രങ്ങൾ ടി സിദ്ദിഖിന് വേണ്ടിയൊക്കെയും അവസാനം വടകരയിൽ വരെ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമനുസരിച്ച് കെ മുരളീധരൻ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും തന്നെയാണ് തിരിച്ചടിയാകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്ക സീറ്റുകൾ പരിഹരിക്കുമ്പോൾ ഐ ഗ്രൂപ്പിനെ വെട്ടിനിർത്തി എ ഗ്രൂപ്പ്. ചെന്നിത്തലയെ മറികടന്ന മുരളീധരന് സീറ്റ് ഉറപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രം. ബെന്നി ബെഹനാനൊപ്പം ടി സിദ്ദിഖിനെ വയനാട് ഉറപ്പിച്ച ഉമ്മൻചാണ്ടി മേൽക്കൈ നേടുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ഒക്കെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളായി വരുന്നു. ലെസ്ലി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലെസ്ലി, സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കോൺഗ്രസിൽ എത്തുമ്പോൾ എ ഗ്രൂപ്പ് ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്? ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടി പറയുന്ന മണ്ഡലങ്ങളിൽ തന്നെ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഐ ഗ്രൂപ്പ് അപ്രസക്തമാകുന്നതാണോ നിർണായക സമയത്ത് കണ്ടത്? തീർച്ചയായും മനു, ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് വഴക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വളരെ അനായാസം ഐ ഗ്രൂപ്പിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തൻ്റെ പ്രവർത്തന ചാതുര്യം വെളിവാക്കുന്ന പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഐ ഗ്രൂപ്പ് ഏകദേശം ഇല്ലാതാവുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതിന് പ്രധാന കാരണം ഐ ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ ഏറെ അടുത്ത് ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുത്ത് നാളിതുവരെ ബന്ധം സ്ഥാപിച്ചിരുന്ന കെ മുരളീധരൻ കൂടി ഐ ഗ്രൂപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് എ ഗ്രൂപ്പിന്റെ ഭാഗമാവുന്ന കാഴ്ചയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പരിണിത ഫലമായി പുറത്തു വരാൻ ഇരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ UDF കൺവീനർ കൂടിയായ ബെന്നി ബെഹന്നാനെ ചാലക്കുടിയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ മേൽക്കൈ നേടിയിരുന്നു. ഒപ്പം തന്നെ അവസാന ഘട്ടത്തിൽ തീരുമാനമാകാതെയിരുന്ന വയനാടിൽ കർക്കശമായ ഗ്രൂപ്പ് നിലപാട് തന്നെയാണ് ഉമ്മൻചാണ്ടി എടുക്കുകയും ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ കർക്കശ നിലപാട് തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന വയനാട് സീറ്റ് എ ഗ്രൂപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് വടകരയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം തൃശങ്കുവിൽ ആവുകയും ചെയ്തത്. വിവിധ കോണുകളിൽ നിന്നും ശക്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KPCC അധ്യക്ഷൻ മത്സരിക്കണമെന്ന ആവശ്യം നിരന്തരം ഉയരുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പള്ളിയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. K സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ഇതേ ആവശ്യം ഉന്നയിക്കുകയും മുല്ലപ്പള്ളിയുമേൽ സമ്മർദ്ദം ഏറുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ മത്സരിക്കാനില്ല എന്ന നിലപാടിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോകാൻ തയ്യാറായില്ല. ഈ അവസരത്തിലാണ് മുല്ലപ്പള്ളി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയോട് സഹായം അഭ്യർത്ഥിക്കുകയും ഉമ്മൻചാണ്ടി കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇത് മുരളീധരൻ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് മനു. തീർച്ചയായും ലെസ്ലി, ഇവിടെ പ്രധാനമായും വയനാട്ടിൽ ടി സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ കരുനീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്, പിടിവാശി നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു സിദ്ദിഖ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കില്ല എന്ന് ഉമ്മൻചാണ്ടി ഉറച്ചു പറയുന്നത് കണ്ടാണ്. ഒടുവിൽ ഇപ്പോൾ പഴയ ഐ ഗ്രൂപ്പുകാരൻ എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ കെ മുരളീധരൻ കൂടി വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊണ്ടുപോയിട്ടും ഇപ്പോഴും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോഴും കേന്ദ്രീകരിക്കുന്നത് ഉമ്മൻചാണ്ടിയിൽ തന്നെയാണ് എന്നല്ല ഈ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്.
തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കോൺഗ്രസ് രാഷ്ട്രീയം മുൻപോട്ട് പോകുന്നത് അപ്രമാദിത്വം ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഉമ്മൻചാണ്ടി വരച്ച വരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എന്ന് വേണം നമുക്ക് കരുതാൻ. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരൻ ഐ ഗ്രൂപ്പിന്റെ നേതാവാണെങ്കിൽ കൂടിയും പ്രധാന നേതാവ് ചെന്നിത്തലയുമായി ഒരു അല്പം അകൽച്ച പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയത്. കാരണം അതിൽ മുരളീധരൻ മുൻപോട്ട് വയ്ക്കുന്ന കാരണം വളരെ സ്പഷ്ടമായിരുന്നു. കാരണം സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമായി ഗ്രൂപ്പിനെ വിനിയോഗിക്കുന്ന നേതാവായി ചെന്നിത്തല മാറി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഐ ഗ്രൂപ്പുമായി ഈ അടുത്ത് ബന്ധം സ്ഥാപിക്കാതെ അകലം പാലിച്ചുകൊണ്ട് മുരളീധരൻ നാളിതുവരെ മുൻപോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുത്ത് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന്റെ സഹവാസത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും ഉള്ള നിലയിലേക്ക് തന്നെയായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എ ഗ്രൂപ്പിന്റെ സമന്വിത നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടി മുൻപോട്ട് വെച്ച വടകര സ്ഥാനാർത്ഥി എന്നുള്ള ആശയം അത് അംഗീകരിച്ചുകൊണ്ട് മുരളീധരൻ തീരുമാനമെടുത്തിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ താൻ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് KPCCയിൽ കൃത്യമായി അവതരിപ്പിക്കുകയും മത്സര സ്ഥാനാർത്ഥിത്വത്തിലെ തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്ന കെ മുരളീധരനാണ് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ വടകരയിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഐ ഗ്രൂപ്പിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇനി ഉമ്മൻചാണ്ടി എന്ന ഒരു ചാണക്യ ഗ്രൂപ്പ് നേതാവിന്റെ തണലിൽ മാത്രമായിരിക്കും കോൺഗ്രസ് ഇനി മുൻപോട്ട് പോകുക എന്നുള്ളതിന്റെ സൂചകം തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് ചെന്നിത്തലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ലെസ്ലി, അത് തന്നെയാണ് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയോട് മത്സരിക്കണം എന്ന് വരെ ഹൈക്കമാൻഡ് നേരിട്ട് പറഞ്ഞിട്ട് പോലും ഉമ്മൻചാണ്ടി മത്സരിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മത്സരിക്കാതിരുന്നത് എന്നതിന് കൂടി വ്യക്തത വരികയല്ലേ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ അവസാന വാക്ക് തന്റേതാകണം, സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം തന്നിലേക്ക് തന്നെ വരണം എന്ന വ്യക്തമായ ഉറപ്പ് അല്ലെങ്കിൽ എന്ന വ്യക്തമായ സന്ദേശം ഈ ഗ്രൂപ്പ് ഇത്തരം ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പിച്ചതിലൂടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിന് അടക്കം മുന്നിലേക്ക് വയ്ക്കുകയല്ലേ? എ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വെല്ലുവിളിയാകാൻ ഐ ഗ്രൂപ്പിന് വരും കാലങ്ങളിൽ ഒന്നും സാധിക്കുകയില്ല എന്ന ഉറപ്പ് കൂടിയല്ലേ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥി പട്ടികയിലൂടെ തെളിയിക്കുന്നത്? നേതാക്കന്മാരുടെ വലിയ പിന്തുണ ഐ ഗ്രൂപ്പിന് ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് NSS പോലുള്ള സാമുദായിക സംഘടനയുടെ സഹായത്തോടു കൂടി ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ചെന്നിത്തല മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാന നേതാവ് കൂടിയാണ് മുരളീധരന്റെ ചുവടുമാറ്റമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം മനു സൂചിപ്പിച്ചതുപോലെ ആന്ധ്രയുടെ ചുമതല നൽകുന്ന AICC ജനറൽ സെക്രട്ടറി പദം ഉമ്മൻചാണ്ടിയിലേക്ക് ഹൈക്കമാൻഡ് നൽകി അദ്ദേഹത്തെ ഇവിടെ നിന്നും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് എ ഗ്രൂപ്പിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് എ ഗ്രൂപ്പിന്റെ സാന്നിധ്യം എ ഗ്രൂപ്പാണ് കേരളത്തിൽ കോൺഗ്രസ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു ഭാഗത്തുകൂടി അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോയി. ഒപ്പം തന്നെ ആന്ധ്രയുടെ ചുമതല കൃത്യമായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്തു. നമുക്കറിയാം ആന്ധ്രയിൽ കോൺഗ്രസിന്റെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അവസാന വാക്ക്. ഒപ്പം തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും അവസാന വാക്ക് ഉമ്മൻചാണ്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സവിശേഷമായ കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നതും ഉമ്മൻചാണ്ടി തന്നെ ആകണം എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ നഷ്ടം ഐ ഗ്രൂപ്പിന് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടത് ഒന്നാണ്. വരും നാളുകളിൽ ഐ ഗ്രൂപ്പിന്റെ പ്രസക്തി ഇല്ലാതാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐ ഗ്രൂപ്പിന്റെ സമന്വിത നേതാവായിരുന്ന മുരളിയെ ഉമ്മൻചാണ്ടിനെ നിർദ്ദേശിച്ചുകൊണ്ട് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നത്. തീർച്ചയായും അവിടെ ലെസ്ലി ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് യാത്രയിൽ ഐ ഗ്രൂപ്പിന്റെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യം കൂടി വരുന്നില്ല. കാരണം
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഐ ഗ്രൂപ്പ് വിചാരിച്ചതൊന്നും നടന്നില്ല. വയനാട്ടിൽ ഷാനി മോൾ ഉസ്മാന് വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ഇടുക്കിയിൽ ജോസഫ് വാഴക്കിന് വേണ്ടി ശ്രമിച്ചു, അതൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഇനി എന്നും ഗ്രൂപ്പ് അടിസ്ഥാനമാകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഐ ഗ്രൂപ്പിന്റെ പ്രസക്തി ഏത് വിധത്തിലാകും എന്നതിന്റെ കൂടി ഒരു ഉത്തരമല്ലേ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത്? മനു, കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനമായി ഇത് ഐ ഗ്രൂപ്പിന്റെ പ്രസക്തി ഇല്ലാതാകുകയും കേവലം കോൺഗ്രസ് എ ഗ്രൂപ്പിലേക്ക് ചൂടുമാറുകയും ചെയ്യുന്ന ഉൾപാർട്ടി രാഷ്ട്രീയ സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ വ്യക്തമായ മേൽക്കൈ എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പവും മാനസികമായി അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ബെന്നി ബെഹന്നാനെ യാതൊരു തടസ്സവും കൂടാതെ അദ്ദേഹം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയാക്കുകയും ഇടത് വശത്തുകൂടി അദ്ദേഹം ടി സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ കടുംപിടുത്തത്തിന്റെ ഒരു പരിണിത ഫലമായിരുന്നു ചെന്നിത്തല ഒരു ഘട്ടത്തിൽ ചർച്ച അവസാനിപ്പിച്ച് ഡൽഹിയിൽ നിന്നും മടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാൻ ഉമ്മൻചാണ്ടി കടുത്ത നിലപാട് തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മത്സരിപ്പിക്കാനുള്ള എതിർ വിഭാഗത്തിന്റെ ശ്രമങ്ങളെ നിഷ്പ്രഭം ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ നാമാവിശേഷമായ ഐ ഗ്രൂപ്പിനെ ഇനി മുൻപോട്ട് പോകുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാം നിരയിലുള്ള നേതാക്കന്മാർ ഇപ്പോൾ തന്നെ എ ഗ്രൂപ്പുമായി ജില്ലാ തലങ്ങളിൽ സഹകരിക്കുന്ന നേതാക്കന്മാരാണ് എന്നുള്ളത് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവരുടെ ചുവടുവെപ്പുകൾ ജില്ലയിലെ എ ഗ്രൂപ്പുമായി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. അതോടുകൂടി ഐ ഗ്രൂപ്പ് എന്ന ഒരു സംവിധാനം കോൺഗ്രസിൽ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ മുരളീധരൻ പോലും എ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഐ ഗ്രൂപ്പിനെ ഇല്ലാതാക്കി എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ തന്ത്രത്തിൽ കാര്യങ്ങൾ നീക്കിയത്. ശരി, ലസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഐ ഗ്രൂപ്പിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പിന്റെ ആധിപത്യമാണ് കാണാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നാവുകളിൽ ഒരാളായിരുന്ന കെ മുരളീധരനെ ഇപ്പോൾ ഉമ്മൻചാണ്ടി വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതും എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ചെന്നിത്തലയും ഐ ഗ്രൂപ്പും അപ്രസക്തമാകുന്നു. അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആവശ്യപ്പെട്ട ഒരു സീറ്റും നേടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആധിപത്യം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലും വ്യക്തമാകുന്നത്. ഇടവേള. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി UDFന്റെ എത്തുന്നു. ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകളിൽ ധാരണ. ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലാണ് തീരുമാനം. സംസ്ഥാന നേതാക്കൾ മുരളീധരനുമായി സംസാരിച്ചു. മത്സരിക്കാൻ തയ്യാറെന്ന് മുരളീധരൻ അറിയിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുല്ലപ്പള്ളി ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇനി ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. ഒടുവിൽ വല്ലവിധേനയും ഒക്കെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു കോൺഗ്രസിന്. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം കാണാം. എന്തായാലും ഏറെ ചർച്ചകൾക്കും ഗ്രൂപ്പ് കളികൾക്കും ഒക്കെ ഒടുവിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തുന്നത് എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ പ്രസക്തമാണ്. ഒരുപാട് നാടകങ്ങൾക്കൊടുവിലാണ്, ചർച്ചകൾക്കൊടുവിലാണ് കെ മുരളീധരൻ വടകരയിലേക്ക് വരുന്നത്. സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എപ്പോഴത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? ഇപ്പോൾ ഒരു ഏകദേശ ധാരണ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? അതിന്റെ ചർച്ചകളെല്ലാം അവസാനിച്ചോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മനു, അല്പസമയം മുമ്പും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം നേരിട്ട് തന്നെ ഇക്കാര്യം സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുകയും ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ഇനി വരേണ്ടതുള്ളൂ. കെ മുരളീധരന്റെ കാര്യത്തിൽ എല്ലാ നേതാക്കളും ഇന്നലെ രാത്രിയോടുകൂടി ഒറ്റ തീരുമാനത്തിലെത്തി. പക്ഷേ ഇതിൽ കെ മുരളീധരന്റെ അനുവാദം കൂടി വാങ്ങണമായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ KPCC അധ്യക്ഷൻ ബന്ധപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവരും ഫോണിൽ മുരളീധരനുമായി സംസാരിച്ചു.
സംസാരിച്ചു. മുരളീധരൻ ഇന്ന് രാവിലെയോടുകൂടിയാണ് താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന താല്പര്യം KPCC നേതൃത്വത്തെ അറിയിച്ചത്. അതിനുശേഷം വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നു. കാരണം വടകരയിൽ ആര് മത്സരിക്കും എന്നതായിരുന്നു പ്രശ്നം. വടകരയിൽ കണ്ടെത്തിയ പേരുകൾക്കെതിരെ UDF-ലെ മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികൾ പോലും രംഗത്തെത്തി. കോഴിക്കോട് തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കണ്ണൂർ മേഖലയിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു. ദുർബല സ്ഥാനാർത്ഥികളാണ് എല്ലാവരും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിൽ നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് മുരളീധരനിലേക്ക് എത്തിയത്. എന്തായാലും വട്ടിയൂർക്കാവ് MLA മുരളീധരനെ അവിടെ നിന്നും മാറ്റി ഇപ്പോൾ വടകരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നിനിയും ഔദ്യോഗിക പ്രഖ്യാപനം രാത്രിയോടുകൂടി ഉണ്ടാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി AICC അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന ഏറെ രാത്രി വൈകിയാണ്. ഏറ്റവും അവസാനം കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക 12 മണ്ഡലങ്ങളിലേക്ക് പുറത്തിറങ്ങിയതുപോലും 11 മണിയോടുകൂടിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിലില്ല, അദ്ദേഹം മണിപ്പൂരിലാണ്, അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. അപ്പോൾ പ്രചാരണം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ രാഹുൽ ഗാന്ധി ഒരു അംഗീകാരം നൽകുക. തുടർന്ന് KC വേണുഗോപാൽ ഒപ്പിട്ട് രാത്രിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം AICC-യിൽ നിന്ന് പുറത്തിറങ്ങും. പക്ഷേ കേരള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന ഒഴിഞ്ഞിരിക്കുന്നു. വലിയ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് 2 ഘട്ടമായിട്ടാണെങ്കിലും 16 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനായുള്ള അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ 4 പട്ടികയിൽ AI ഗ്രൂപ്പുകളുടെ വീതം വെപ്പിനായിരുന്നു വലിയൊരു പ്രശ്നമായിരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വയനാട് സീറ്റിനെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയും രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി ആകട്ടെ യോഗത്തിന് എത്താൻ ഏറെ വൈകി പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അവരിരുവരും ഇന്നലെ രാത്രിയോടെ മടങ്ങി. എന്തായാലും വയനാട് സീറ്റ് A ഗ്രൂപ്പിന് നൽകിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് വയനാട് സിദ്ദിഖ് വടകരയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയില്ല. ഏറ്റവും അവസാന ചർച്ചകൾക്കൊടുവിൽ മുരളീധരനെ വടകരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ആറ്റിങ്ങലിൽ നിലവിൽ തീരുമാനിക്കപ്പെട്ടത് പ്രകാരം അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും അക്കാര്യത്തിൽ മാത്രമേ വരേണ്ടതുള്ളൂ. എന്തായാലും ഏറെ വൈകിട്ടാണെങ്കിൽ പോലും LDF ആണെങ്കിൽ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ച ഒരു ഘട്ടം പിന്നിട്ടു. തർക്കങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും KPCC നേതൃത്വം ഈ 4 മണ്ഡലങ്ങളിലേക്കുള്ള പേരുകൾ തീരുമാനിച്ചിരിക്കുന്നു. ഇനി എന്തായാലും പ്രാദേശികമായി ഇത് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. തീർച്ചയായും സന്തോഷ്, ഈ വടകര മണ്ഡലത്തിൽ K മുരളീധരന്റെ പേര് അധികമൊന്നും പറഞ്ഞു കേട്ടിരുന്നില്ല. അങ്ങനെ അധികമെന്നല്ല പറഞ്ഞു കേട്ടിരുന്നേയില്ല. പക്ഷേ വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിൽ ആണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ I ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന മുരളീധരൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഉമ്മൻചാണ്ടിയുടെ വളരെ അടുത്ത ആളാണ്, ഉമ്മൻചാണ്ടിയോട് സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരിക്കൽ കൂടി അത് A ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലേക്ക് കൂടി ഒരു വടകര കൂടി ചേർത്ത് വരികയല്ലേ? അങ്ങനെയെങ്കിൽ വയനാടിന് പുറമെ വടകരയിലും ഉമ്മൻചാണ്ടിയുടെ വിജയമല്ലേ കാണേണ്ടത്? മനു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ I വിഭാഗത്തിലെ ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ് മുരളീധരൻ എന്ന് നേരത്തെ തന്നെ I വിഭാഗം വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയേക്കാൾ ഏറെ ഉമ്മൻചാണ്ടിയോട് ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് I വിഭാഗത്തിൽ നിന്നും മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നീക്കം I വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പൂർണ്ണ തൃപ്തരൊന്നുമല്ല. മനു ചൂണ്ടിക്കാണിച്ചതുപോലെ വടകരയിൽ പേരിന് ഐക്കാരനാണ് മുരളീധരനെങ്കിൽ പോലും വടകര ഇപ്പോൾ A വിഭാഗത്തിന്റെ കയ്യിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ മുതൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടത്തിയ നീക്കങ്ങളൊന്നും വിജയം കണ്ടില്ല. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയാണ് മുരളീധരനുമായി ഇത് സംബന്ധിച്ച് ദീർഘ സംഭാഷണം നടത്തിയത്. അവസാനം ഉമ്മൻചാണ്ടിയുടെ താല്പര്യം അംഗീകരിച്ചുകൊണ്ടാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് ഈ വടകരയിലേക്ക് എത്തുന്നത്. മറ്റൊരാശങ്ക ഇപ്പോഴും ഉള്ളത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്വാഭാവികമായും വട്ടിയൂർക്കാവ് മണ്ഡലം മുരളീധരൻ ഒഴിയേണ്ടി വന്നാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആ രീതിയിലേക്ക് പോയാൽ അവിടെ വീണ്ടും ജയിക്കുക എളുപ്പമല്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട്. ഈ വിഭാഗം തന്നെ ഇത് ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കാൻ തയ്യാറാകുന്നു എന്നാണ് അറിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് അത്ര പൂർണ്ണ തൃപ്തരല്ല. അത് മനു ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഗ്രൂപ്പുകൾക്കുള്ളിലെ
ഐയിലെ നിലപാടുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഐയിലാണെങ്കിൽ പോലും ഐയിനേക്കാൾ ഏറെ ഐയുടെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയേക്കാൾ ഏറെ ഉമ്മൻചാണ്ടിയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ് മുരളീധരൻ. അതുതന്നെയാണ് ഈ ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് പോലും. വടകരയിലേക്ക് ഐ ഗ്രൂപ്പിനാണ് സീറ്റെന്ന് കരുതിയാൽ പോലും പിന്നീട് സ്വാഭാവികമായി അത് എ ഗ്രൂപ്പിന്റെ താല്പര്യം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വലിയ സമ്മർദ്ദമുണ്ട് മുരളീധരനിലേക്ക് ഈ സീറ്റ് എത്താൻ. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷിലേക്ക് തിരികെ എത്താം. ഏതായാലും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഈ സമയത്ത് എത്തിയത്. വടകരയിൽ വളരെ അപ്രതീക്ഷിതമായി കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. CPIM-ന്റെ പി ജയരാജന് എതിരാളിയായി കെ മുരളീധരൻ അങ്ങോട്ടേക്ക് മത്സരിക്കാനായി എത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. നിരവധി പേരുകൾ അവിടെ പരിഗണിച്ചിരുന്നു. പ്രവീൺ കുമാർ, സജീവ് മാറോളി എന്നിങ്ങനെ നിരവധി പേരുകൾ, വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങിയ പേരുകളൊക്കെ പരിഗണിച്ചിരുന്നു. ഒടുവിൽ പി ജയരാജനെ നേരിടാൻ അവരൊന്നും പോരാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഹൈക്കമാൻഡിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ഒരുപാട് ചർച്ചകളും ഗ്രൂപ്പ് തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ കെ മുരളീധരനിലേക്ക് ഉമ്മൻചാണ്ടി വഴി കാര്യങ്ങൾ എത്തുന്നത്. അവിടെയും എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലേക്ക് ആ സീറ്റ് ചേർക്കപ്പെടുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അത് മറ്റു ചോദ്യങ്ങൾ ഉയർത്തും. ഏതായാലും ഇപ്പോൾ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരിക. അപ്പോൾ ഏകദേശ ധാരണയായിരിക്കുന്നു. വയനാട്ടിൽ ടി സിദ്ദിഖ്, വടകരയിൽ കെ മുരളീധരൻ, അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ, ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ എന്നിങ്ങനെ ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ 16-അംഗ സ്ഥാനാർത്ഥി പട്ടികയും ഇപ്പോൾ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം തന്നെ ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ള 4 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്, ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളും അവിടെ നേരത്തെ സംസാരിച്ച കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ വാർത്തകൾ തന്നെയാണ് വരും ബുള്ളറ്റിനുകളിലൊക്കെ ബാക്കി നിൽക്കുന്നത്. അല്പസമയത്തിനകം തിരികെ എത്താം അടുത്ത വാർത്തയിലേക്ക്. നമസ്കാരം.